എന്താണ് തെരുവിലെ അവരുടെ അനുഭവം? അവർ തന്നെ പറയുന്നു. തിരൂരിലേത് ഒറ്റപ്പെട്ട അനുഭവമാണോ? അല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തെരുവിൽ കഴിയുന്ന ഓരോ സ്ത്രീയും. തെരുവിന്റെ ലോകത്ത് സ്ത്രീരൂപത്തിൽ കാണുന്ന ഓരോ ശരീരവും പുരുഷന്റെ ലൈംഗികാവശ്യം നിറവേറ്റാൻ വിധിക്കപ്പെട്ടവരാവുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഒരു രാത്രിയിലും സമാധാനമായി ഉറങ്ങാൻ കഴിയാത്തത്. ഈ കുണ്ടന്മാർ വന്നിട്ട് കിടക്കുന്നവർത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക, ഉറങ്ങാൻ സ്വൈര്യം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ചെക്കന്മാരൊക്കെ തന്നെയാണ് നമ്മളെ അധികം ദ്രോഹം ചെയ്യുന്നത്. ഉറങ്ങാനോ സമ്മതിക്കാത്ത അവർ നമ്മളെ അന്നൊരു തപ്പാൻ വരിക, വിൽക്കാൻ വരിക, എല്ലാം ചെന്നില്ലെങ്കിൽ ഓല നമ്മളടിക്കാനൊക്കെ വരിക. അതുകൊണ്ടാണ് ഇവർക്ക് രാത്രിയിൽ ഓടുന്ന ഏതെങ്കിലും തീവണ്ടിയിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ട്രെയിനിൽ കയ്യിൽ ഇപ്പോൾ കണ്ണൂർക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ വേറെ ദൂരത്ത് മല എന്തിട്ടാണ് ചേലത്താ തമിഴ്നാടാ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി ഇറങ്ങും. ഞാൻ അവിടെ പോയിട്ട് നേരം കഴിച്ചിട്ട് അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ടും കയറി വരും. അതുകൊണ്ടാണ് ഇവർക്ക് ജനിച്ചയുടൻ പിഞ്ചു കുഞ്ഞുങ്ങളെ ചില്ലറക്കാശിന് വിൽക്കേണ്ടി വരുന്നത്. കുട്ടികളെ ആൺകുട്ടികളെയും കൊടുക്കുന്നുണ്ട്. ഈ റോട്ടുമായിട്ട് വളർത്തിയ നമ്മളെ മാതിരി ആ കുട്ടികളാവും. അതുകൊണ്ടാണ് അത് പേടിച്ചിട്ട്. ഈ ലോകം ഇപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളിൽ നിന്ന് പുറത്താണ്. ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെയും രേഖപ്പെടുത്തുന്നില്ല. എന്തിന് ഇങ്ങനെ കുറച്ച് മനുഷ്യർ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും നമ്മൾ ഓർക്കാറില്ല. മൈസൂർ പോയിട്ട് ഞങ്ങൾ രാത്രിയിൽ നിൽക്കാറുണ്ട്. അവിടെ ക്ലയൻറ്റുകൾ വന്ന് സമീപിക്കുക എന്നല്ലാണ്ട് മറ്റുള്ള രീതിയിൽ പീഡനം ഉണ്ടാവില്ല. തിരിച്ച് മംഗലാപുരത്തും ഇതേപോലെ തന്നെയാണ്. പക്ഷേ മംഗലാപുരത്തും മൈസൂരും കിട്ടുന്ന സുരക്ഷിതത്വം ഈ കേരളത്തിനകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്കറിയാം, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഒരു പ്രദേശത്ത് നിന്ന് ആളുകളെല്ലാം നിരന്തരം വന്ന് പറയുന്നത്, സാർ ഇവിടെ ഈ ഇത്തരക്കാർ കുറേ സ്ത്രീകളും ആളുകളും എല്ലാം കൂടെ വന്ന് തമ്പടിക്കുകയാണ്, അതുകൊണ്ട് പോലീസ് വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് സർവീസിൻ്റെ ആരംഭകാലമാണ്. ഞാൻ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നമ്മളവിടെ പോവും, നമ്മളൊരു ബഹളം ഉണ്ടാക്കും, ആരെയും ഉപദ്രവിക്കില്ല, അടിക്കുകയൊന്നുമില്ല, നമ്മൾ കുറച്ച് ബഹളം ഉണ്ടാക്കും, അപ്പോൾ അവർ അങ്ങ് പൊയ്ക്കളും. ഈ തമ്പടിച്ച് ബഹളത്തിനിടയിൽ ഇവരെല്ലാം ഓടിപ്പോയി. ഒരു സ്ത്രീ മാത്രം അരണ്ട വെളിച്ചത്തിൽ ഓടുന്നില്ല. അവരവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതായി കണ്ടു. അടുത്തു ചെന്നപ്പോൾ എന്താണ് ഓടാത്തതെന്നൊരു കൃത്രിമമായി ദേഷ്യഭാവത്തിൽ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. അവർ പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ പ്രസവിച്ചതാണ്. സത്യത്തിൽ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഉണ്ടാക്കിയത്. ആ പോയ അതിൻ്റെ ഇരട്ടി വേഗതയിൽ ഞങ്ങൾ തിരിച്ചു. കാരണം 35 വർഷം ഈ തെരുവിൻ്റെ ഓരോ മുക്കുമൂലയിലും ഞാനുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ സെക്സ് വർക്ക് കൂടുതലാണ്, പ്രത്യക്ഷത്തിൽ കുറവാണ്. അപ്പോൾ ഈ ഒളിത്താവളങ്ങളിലേക്കുള്ള ഈ മാറ്റം കൂടുന്തോറും അവിടെ അനീതികൾ എപ്പോഴും നടപ്പായിക്കൊണ്ടിരിക്കും. മാനസിക രോഗിയെ സ്ത്രീ തെറ്റിക്കയറി പാലക്കാട് നിന്ന് തെറ്റി തൃശ്ശൂർ വന്ന് ഇറങ്ങിപ്പോയി. തൃശ്ശൂരിലെ 4 ബസ്സിലെ ജീവനക്കാർ അവരവിടെ ഇട്ട് റേപ്പ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയി കാണേണ്ട ഗതികേട് വന്നു. തൃശ്ശൂരിലെ തന്നെ ഈ തിരൂരിലെ പെൺകുട്ടിക്ക് സംഭവിച്ച അതേ സംഭവം തൃശ്ശൂരിലെ അമ്മയുടെ അടുത്ത് നിന്ന് നാടോടിയായിട്ടുള്ള ഒരുത്തും തന്നെ ഒരു പെൺകുട്ടി എടുത്തുകൊണ്ട് പോയി ഉപദ്രവിച്ചൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരുപക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ആ സ്ത്രീയോട് ചെയ്യുന്ന ലൈംഗികത എന്ന് പറയുന്നത് പോലും അത് ലൈംഗിക വൈകൃതങ്ങളോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ കണ്ട ഒരു ഏറ്റവും അങ്ങേരത്തെ ക്രിമിനാലിറ്റിയാണ്. അല്ലാണ്ട് ഒരു സ്ത്രീയോട് സ്നേഹത്തോടെ പ്രണയത്തോടെയുള്ള ലൈംഗിക ബന്ധമല്ല, ആ സ്ത്രീയുടെ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമല്ല ചെയ്യുന്നത്. സാർ ക്ഷമിക്കണം, സാറിന് ഒരുപക്ഷെ സങ്കടപ്പെടുത്തിയേക്കാവുന്ന ചില വാക്കുകൾ ഒരു സ്ത്രീ പറയുന്നു. ആൾക്കാരെ കൊണ്ടല്ലല്ലോ ബുദ്ധിമുട്ട്, പോലീസുകാരെ കൊണ്ടാണല്ലോ ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ആൾക്കാരൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമല്ലോ. പോലീസുകാരെ കൊണ്ടല്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, വേറെ ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. 50,000 അംഗങ്ങളുള്ള പോലീസ് സേനയിൽ ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അത്തരത്തിലുള്ള വസ്തുക്കളുടെ ഇല്ലെങ്കിൽ പറയാൻ കഴിയില്ല. എൻ്റെ അടുത്ത് പരാതിയുമായി വന്ന ഒരു സ്ത്രീ, അവരൊരു തയ്യൽ തൊഴിലാളിയാണ്. അവർ തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണത്തിൽ നിന്ന് നല്ലൊരു പങ്ക് പറ്റിക്കൊണ്ടുപോയി ഈ മനുഷ്യൻ മദ്യപിച്ച് വന്ന് രാത്രി വന്ന് ഈ സ്ത്രീയെ തന്നെ ഉപദ്രവിക്കും. ഞാനപ്പോൾ ആ ഭർത്താവിനെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ള പരാതിയുമായിട്ടാണ് എന്നോട് വന്നത്. ഇവരുടെ ഈ ദുരന്തം ബുദ്ധിമുട്ട് മുഴുവൻ കേട്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നിന്ന് പണം വാങ്ങിപ്പോയി മദ്യപിച്ച് രാത്രി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കഥ കടച്ച് ഈ മനുഷ്യനെ പുറത്താക്കി കൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നിട്ട് അവർ പറഞ്ഞത്, സാറേ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ മകൾക്കിപ്പോൾ 14 വയസ്സായി, വലുതായി വരുന്ന കുട്ടിയാണ്, വീട്ടിലൊരു ആൺതുണ വേണ്ടേ. ഭർത്താവില്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട്
ഇവിടെ വാടക വീട് കിട്ടില്ല. ഭർത്താവില്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എവിടെയും യാത്ര ചെയ്യാൻ പറ്റില്ല. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് സിനിമ തിയേറ്ററിൽ കയറിയിട്ട് സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇത്തരം ചില കുരിശുകളെ ചുമക്കേണ്ടത് ഗതികേട് കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട്. എനിക്ക് പേരിനൊരു ഭർത്താവുണ്ട്. എൻ്റെ ആത്മകഥയിലെ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അയാളായിട്ട് ശാരീരിക ബന്ധം ഞാൻ ഉപേക്ഷിച്ചിട്ട് 17 വർഷമായി. പക്ഷേ ഇന്നും നിലവിൽ അയാൾ എൻ്റെ ഭർത്താവിൻ്റെ ലിസ്റ്റിലാണ്. കാരണം വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ഞാൻ ഷാഹുൽ ഹമീദിനെ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് അയാൾ എൻ്റെ ഭർത്താവെന്നും പറഞ്ഞിട്ട് എടുക്കുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു അവർ തീർത്തും നിസ്സഹായയാണെന്ന്. അഡ്രസ്സ് ഇല്ലാതെ, ഒരു കുടുംബമില്ലാതെ, വീടില്ലാതെ ഒരു കുട്ടി തെരുവിൽ ജനിച്ചു വീണു. ആ കുട്ടി തെരുവിൽ തന്നെ വളരുന്നു. ഇത് നമുക്ക് കണ്ടില്ല എന്ന് പറയുമ്പോൾ വലിയ ഒരു കുറ്റബോധം എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ട ഒരു സംരക്ഷണം കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഏത് തരത്തിലാണ് നമ്മുടെ സർക്കാർ മഹിളാ മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നത്? അവിടെ താമസിക്കേണ്ടി വന്ന ഒരു സ്ത്രീ പറയുന്ന വാക്കുകൾ. സർക്കാർ മഹിളാ മന്ദിരങ്ങളെപ്പറ്റി വ്യാപകമായ പരാതിയുണ്ട്. ഒറീസയിൽ നിന്ന് വീട്ടുജോലിക്ക് കേരളത്തിലെത്തിയപ്പോൾ പ്രായത്തെ ചൊല്ലിയുള്ള തർക്കം മൂലം ഏതാനും ദിവസം തൃശ്ശൂരിലെ മഹിളാ മന്ദിരത്തിൽ താമസിക്കേണ്ടി വന്ന ജുനി സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ മന്ദിരവും ഓരോ ജയിലാണ്. ഞങ്ങളുടെ ഇങ്ങനെ മുട്ടടിക്കാൻ പോവില്ലെങ്കിൽ, പുല്ല് പറിക്കാൻ പോവില്ലെങ്കിൽ, പുല്ല് ചെത്താൻ പോവില്ലെങ്കിൽ അവർ ചീത്ത പറയും. ഇങ്ങോട്ട് ചോറ് തരില്ല. കുറേ പാത്രം കഴുകുക, തൊടിക്കുക, പാത്രം കഴുകുക, അങ്ങനെയൊക്കെ ചെയ്തു. കുറേയൊക്കെ മനസ്സിലായി. പിന്നെ ഒരു ദിവസം വെറുതെ വെട്ടാം കൈക്കാലൊക്കെ വേദന ക്ഷീണിട്ട് നിങ്ങൾ മാത്രം ക്ഷീണം, നിങ്ങൾ മാത്രം എന്താണ്, നിങ്ങൾ മാത്രം പണിയെടുക്കില്ലല്ലോ. അവർക്ക് കുറേ ഞങ്ങളുടെ വർത്താൻ പറഞ്ഞാൽ അവർക്ക് അടി കൊടുക്കൂട്ടാണ്. ജുവനൈൽ ആണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നത് മഹിളാ മന്ദിരത്തിലാണ്. മഹിളാ മന്ദിരത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ബാലവേല ചെയ്യുന്നു എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ട് 28-30 ദിവസത്തോളം ബാലവേല ചെയ്യിക്കുന്നു. ആ പെൺകുട്ടിക്ക് 3000 രൂപയെങ്കിലും അവിടെ നിന്ന് കിട്ടി. ആ കുട്ടിയുടെ ഒറീസയിലെ കുടുംബം പട്ടിണി കൂടാതെ കഴിയുമായിരുന്നു. ആ 30 ദിവസത്തെ കൂലിയും കിട്ടിയില്ല. ആ കുട്ടിയെ നരകതുല്യമായ യാതന അവർ അനുഭവിച്ചിട്ട് ഹേബിയസ് കോർപ്പസ് CWCക്കും പോലീസിനും എതിരെ ഫയൽ ചെയ്ത് ആണ് ഈ പെൺകുട്ടിയെ റിലീസ് ചെയ്യുന്നത്. മഹിളാ മന്ദിരത്തിൽ പോകുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മഹിളകളായിട്ട് അവർ അംഗീകരിക്കാറില്ല. ഞങ്ങളെ മൃഗങ്ങളായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും ദേഷ്യം വരും. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് പ്രശ്നത്തിലാണ് നീ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടൊരു ചോദ്യം ഉണ്ടായിട്ട് ഞാൻ ഇന്ന പ്രശ്നം കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും അതിഭീകരമായിട്ടുള്ള പീഡനമാണ് ഉണ്ടാവുക. നീയൊക്കെ അങ്ങനെയൊക്കെ പോയാനൊക്കെ ഞങ്ങളാണടി അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യം കൈ ചുരുട്ടി ഇടിക്കുകയോ ചെയ്യാം. വിയ്യൂർ ജയിലിൽ നിന്ന് നല്ല സംസ്കൃതം എന്ന് പറയാൻ പറ്റില്ല, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ജയിലിനകത്ത് പോയപ്പോഴുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ജയിലിൽ വേറെ കുറച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ട് അവിടെ ജയിലിൽ ഉള്ള സ്ത്രീകളുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങൾ കിടക്കാൻ പാടില്ല, ഞങ്ങൾ ദൂരെ മാറി കിടക്കണം. തന്നെയല്ല, ഞങ്ങൾ 3 പേരായിരുന്നു. 3 പേരും 3 സ്ഥലത്ത് കിടക്കണം. സ്വവർഗരതി നടത്തുമെന്ന് പേടി. ഈ അവസ്ഥ തന്നെയാണ് മഹിളാ മന്ദിരത്തിലും ജയിലിലും ഒരേപോലെ തന്നെയാണ്.